നമ്മൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൽ അനൈലേഷനും ക്രിയേഷനും ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്തായിരുന്നു. അതേപോലെ സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം, ഉദാഹരണം പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ ആറ്റം, അതേപോലത്തെ ഉള്ള പ്രോബ്ലത്തില് നമ്മളൊരു ആംഗുലാർ മൊമെന്റം ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യാണ്. അതാണ് എൽ പ്ലസും എൽ മൈനസും. ദാറ്റ് ഈസ് ലാഡർ ഓപ്പറേറ്റേഴ്സ്. നമ്മൾ ലാഡർ ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യുന്നത് സ്പെരിക്കൽ ഹാർമോണിക്സിലെ പ്രോബ്ലംസിനാണ്. ഇഫ് നമ്മൾ അനൈലേഷനും ക്രിയേഷനും ഓപ്പറേറ്ററും ഡിഫൈൻ ചെയ്ത് എന്തിനാ? സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ സൊല്യൂഷൻ ചെയ്യാൻ വേണ്ടി. അത് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. അതേപോലെ നമുക്ക് ഇപ്പം ഹൈഡ്രജൻ ആറ്റം, അത് ഫങ്ഷൻ ഓഫ് തീറ്റ ആൻഡ് ഫൈ അല്ലേ? y as a function of y of theta and phi. ഇങ്ങനെ വരുന്നതിനാണ് സ്പെരിക്കൽ ഹാർമോണിക്സ് എന്ന് പറയുക. ഫങ്ഷൻ ഓഫ് തീറ്റ ആൻഡ് ഫൈ. ഇങ്ങനത്തെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ലാഡർ ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യുന്നത്. നോട്ടായിട്ട് എങ്ങനെ പറയും? ladder operators. Okay. We define some operators in terms of angular momentum, to solve the problems in spherical harmonics. നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് ഡിഫൈൻ ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് സ്പെരിക്കൽ ഹാർമോണിക്സിന്റെ അവിടെ y ഓഫ് തീറ്റ ഫൈ കിട്ടും. y ഓഫ് തീറ്റ ഫൈ ഡിഫൈൻ ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് ലാഡർ ഓപ്പറേറ്റേഴ്സ്. നമ്മള് അനൈലേഷനും ക്രിയേഷനും ഓപ്പറേറ്ററും ഡിഫൈൻ ചെയ്ത് എങ്ങനെയാ? ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് പി എക്സ്. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അനൈലേഷനും ക്രിയേഷനും ഓപ്പറേറ്ററും ഡിഫൈൻ ചെയ്ത് ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് പി എക്സ്. അതേപോലെ ലാഡർ ഓപ്പറേറ്റർ നമ്മൾ ഡിഫൈൻ ചെയ്യുക ഇൻ ടേംസ് ഓഫ് Lx and Ly ആണ് ladder operator. In terms of L plus and L minus. Terms of L plus and L minus. That is L plus equal to Lx plus I-Ly, L minus equal to Lx minus I-Ly.
ക്രിയേഷനും അനൈലേഷനും ഓപ്പറേറ്റർ പോലെ തന്നെ ക്രിയേഷൻ ഓപ്പറേറ്റർ നമുക്ക് എ ഡാഗർ ഈക്വൽ ടു 1/√, ഇത് എഴുതണ്ട, h ക്രോസ് എം ഒമേഗ എക്സ് ക്യാപ് മൈനസ് ഐ പി എക്സ് ക്യാപ് ആയിരുന്നു. അവിടെ എ ഡാഗർ വന്നപ്പം മൈനസ് ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല, എൽ പ്ലസ് വന്നപ്പം ഇടയ്ക്ക് കിടക്കുന്നത് പ്ലസ് തന്നെയാണ്. ഞാൻ ഓർക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, ആ ലാഡർ ഓപ്പറേറ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, ഞാൻ എ പ്ലസ് എ മൈനസും പറഞ്ഞായിരുന്നു. ലാഡർ ഓപ്പറേറ്റർ ഞാൻ പറഞ്ഞായിരുന്നോ? ഇല്ല, എന്തായാലും ഓർക്കണില്ലേ, എന്തായാലും എഴുതിക്കോ, ഇത് എടുത്തിട്ടില്ലല്ലോ. ഓക്കെ, then L plus acting on any state gives next higher state. L minus acting on some state. Next lower state. ഹയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചോ. ഹയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഹയർ ദ എം എൽ വാല്യൂ. ഇതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഹയർ ദ എം എൽ വാല്യൂ. ലോവർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ലോവർ ദ എം എൽ വാല്യൂ. ഉദാഹരണത്തിന് ഹയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഹയർ ദ എം എൽ വാല്യൂ, ലോവർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ലോവർ ദ എം എൽ വാല്യൂ. എക്സാമ്പിൾ, കൺസിഡർ പി സ്റ്റേറ്റ്. എൽ വാല്യൂ എന്താ? എൽ ഈക്വൽ ടു 1. എം എൽ എന്താ? -1 0 1. ദെൻ നമുക്കൊരു സ്റ്റേറ്റ് റെപ്രസെന്റ് ചെയ്യാം. ഒരു സ്റ്റേറ്റ് സാധാരണ എൻ എൽ എം എൽ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. എൻ എൽ എം എൽ. ഈ n നമ്മൾ എപ്പോഴും എടുക്കാറില്ല. n എന്ന് പറഞ്ഞാല് റേഡിയൽ പാർട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മള് y ആസ് എ ഫംഗ്ഷൻ ഓഫ് y, ശരിക്കും ആസ് എ ഫംഗ്ഷൻ ഓഫ് y ഓഫ് r തീറ്റ ഫൈ ആണ്. അതിന്റെ ഈ രണ്ട് പാർട്ടാണ് സ്പെരിക്കൽ ഹാർമോണിക്സ് എന്ന് പറയുക. ഈ റേഡിയൽ പാർട്ട് നമ്മളവിടെ ഇൻക്ലൂഡ് ചെയ്യില്ല. y ആസ് എ ഫംഗ്ഷൻ ഓഫ് y ഓഫ് തീറ്റ ഫൈ. ഇത് റേഡിയൽ ക്വാണ്ടം നമ്പർ ആണ്. അതുകൊണ്ട് നമ്മൾ ഇത് നെഗ്ലക്ട് ചെയ്യും. ഇത് റേഡിയൽ പാർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്, അതുകൊണ്ട് നമ്മൾ അതിനെ നെഗ്ലക്ട് ചെയ്യും. നമ്മൾ എൽ എം എൽ എടുത്തോളൂ. നിങ്ങൾക്ക് 3 എണ്ണം, ചില കേസിൽ നിങ്ങൾക്ക് 2 എണ്ണേ തരുള്ളൂ, അപ്പൊ അത് എല്ലും എം എല്ലും ആയിരിക്കും. ഇനി 3 എണ്ണം തന്നാൽ അത് എൻ ആയിരിക്കും, ഓർത്തിരിക്കണം. ഇവിടെ നമുക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എം എല്ലിന്റെ മിനിമം വാല്യൂ 1 - 1 ആയിരിക്കും. ഞാൻ എൽ പ്ലസ് ഈ 1 - 1 ആക്ട് ചെയ്യാൻ പോവാ. അപ്പൊ എന്ത് പറ്റും? നെക്സ്റ്റ് ഹയർ സ്റ്റേറ്റിലേക്ക് പോകും. നെക്സ്റ്റ് ഹയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാ? എം എല്ലിന്റെ അടുത്ത വാല്യൂ. എല്ലിന് വേരിയേഷൻ ഒന്നുമില്ല, എം എല്ലിന്റെ അടുത്ത വാല്യൂ. എല് അങ്ങനെ തന്നെ കിടക്കും. ഇവിടെ എൽ പ്ലസ് ആക്ട് ചെയ്താൽ സം വാല്യൂ കിട്ടും. കോൺസ്റ്റന്റ് സി എന്ന് ഞാൻ എടുത്തു. കോൺസ്റ്റന്റ് സി ഇൻറ്റു 1 - 1 + 1 + 0 എന്ന് കിട്ടും. ഇനി ഈ ഇതിലേക്ക് 1 0 ഞാൻ എൽ പ്ലസ് ആക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്ത് കിട്ടും? നെക്സ്റ്റ് ഹയർ സ്റ്റേറ്റ് കിട്ടും. 1
1 കിട്ടും. സം കോൺസ്റ്റന്റ് ഉണ്ടാവും, കെ എന്ന് എടുത്തു. ഞാനിവിടെ C1 എഴുതുക, ഇവിടെ C2 എഴുതുക. സം കോൺസ്റ്റന്റ്, ഇതൊക്കെ ഈ കോൺസ്റ്റന്റ് ഒക്കെ എന്താ നമുക്ക് പിന്നെ പറയാം. അതേപോലെ തന്നെ ഇനി ഞാൻ ഈ സ്റ്റേറ്റിലേക്ക് L പ്ലസ് ആക്ടിക്കാൻ പോവാം. ഈ 1 എന്ന് പറയുന്നത് ഇതിന്റെ മാക്സിമം ഹയർ സ്റ്റേറ്റ് ആണ്. അതിലേക്ക് L പ്ലസ് ആക്ട് ചെയ്താൽ 0 എന്ന് കിട്ടും. സിമിലർലി L മൈനസ് ഞാൻ മിനിമം സ്റ്റേറ്റിലേക്ക് ആക്ട് ചെയ്യാൻ പോവാണ്. 1 മൈനസ് 1. L മൈനസ് ആക്ട് ചെയ്താൽ അതിന്റെ താഴത്തെ സ്റ്റേറ്റിലേക്ക് പോകണം. -1ന്റെ താഴെ സ്റ്റേറ്റ് ഇല്ല, 0 എന്ന് കിട്ടും. Then L minus acting on അടുത്ത സ്റ്റേറ്റ് 1 0, which is equal to some constant C3 into 1 minus 1 കിട്ടും. ലോവർ സ്റ്റേറ്റിലേക്ക് പോയി. L minus acting on 1 1 എന്നുള്ളത് some constant C4 into 1 0 എന്ന് കിട്ടും. ഇതാണ് L പ്ലസും L മൈനസും ആക്ട് ചെയ്യുന്നത്. നമുക്ക് ആ അനൈലേഷൻ ഓപ്പറേറ്ററും ക്രിയേഷൻ ഓപ്പറേറ്ററും ആക്ട് ചെയ്തപ്പോൾ നെക്സ്റ്റ് ഹയർ സ്റ്റേറ്റ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ, n+1 ആണ്, അത്രേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല. നമ്മൾ ആക്ട് ചെയ്യിക്കുമ്പോൾ നെക്സ്റ്റ് ഹയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഹയർ ML വാല്യൂ ആണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ലോവർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലോവർ ML വാല്യൂ ആണ്. ഓർത്തിരിക്കണം. L plus equal to Lx plus ILy, L minus equal to Lx minus ILy. ഇതിൽ നിന്ന് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തു, എന്ത് കിട്ടും? L plus plus L minus, which is equal to 2Lx, Lx equal to 1/2 L plus L minus. Similarly, Ly equal to 1/2I into L plus minus L minus. ഇനി നമ്മൾ ക്രിയേഷൻ അനൈലേഷൻ ഓപ്പറേറ്റർ ചെയ്ത പോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. L plus L minus, which is equal to L plus L minus. L plus എന്തായിരുന്നു? Lx plus ILy into Lx minus ILy. Which is equal to Lx square plus I into ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു Ly Lx minus I into Lx Ly plus Ly square എന്ന് കിട്ടും. That is Lx square plus Ly square. ഞാൻ മൈനസ് ഐനെ വെളിയിലെടുത്താൽ കമ്മ്യൂട്ടേറ്റർ Lx Ly എന്നായിരിക്കില്ലേ? മൈനസ് ഐനെ വെളിയിലെടുത്താൽ Lx Ly മൈനസ് Ly Lx എന്ന് വരും. അത് കമ്മ്യൂട്ടേറ്റർ Lx Ly ആണ്. കമ്മ്യൂട്ടേറ്റർ Lx Lyയുടെ വാല്യൂ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? കമ്മ്യൂട്ടേറ്റർ Lx Ly which is equal to IH cross LZ, Lx square plus Ly square minus I into IH cross LZ, which is equal to Lx square minus Ly square. minus അല്ല I ഇല്ലേ? അപ്പോൾ I square അല്ലേ? I into minus I അല്ലേ? മൈനസ് I square ആണ്. മൈനസ് I square മൈനസ് into minus 1 plus 1 Okay. into IH cross LZ. ഇവിടെ എന്ത് കിട്ടും?
LX സ്ക്വയർ പ്ലസ് LY സ്ക്വയർ പ്ലസ് H ക്രോസ് LZ കിട്ടും. L പ്ലസ് L മൈനസ് ചെയ്തപ്പോൾ LX സ്ക്വയർ പ്ലസ് LY സ്ക്വയർ പ്ലസ് H ക്രോസ് LZ. A dagger A ഓർക്കുന്നുണ്ടോ? A dagger A equal to H cap by H cross omega minus half എന്ന് കിട്ടിയായിരുന്നു. Then ഇവിടെ L plus L minus equal to LX square plus LY square plus H cross LZ എന്ന് കിട്ടി. ഈ LX square plus LY square നെ ഞാൻ L square minus LZ square എന്ന് എഴുതാൻ പോവാ. അങ്ങനെ എഴുതിക്കൂടെ? നമുക്ക് L എന്ന് പറഞ്ഞ റൂട്ട് ഓഫ് മോഡ് L എന്ന് പറഞ്ഞ റൂട്ട് ഓഫ് LX സ്ക്വയർ പ്ലസ് LY സ്ക്വയർ പ്ലസ് LZ സ്ക്വയർ അല്ലേ? L സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് കിട്ടും? LX സ്ക്വയർ പ്ലസ് LY സ്ക്വയർ പ്ലസ് LZ സ്ക്വയർ. ദെൻ L സ്ക്വയർ മൈനസ് LZ സ്ക്വയർ ആണ് LX സ്ക്വയർ പ്ലസ് LY സ്ക്വയർ. ഞാൻ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുത്തു. അത്രേ ഉള്ളൂ. L സ്ക്വയർ മൈനസ് LZ സ്ക്വയർ പ്ലസ് H ക്രോസ് LZ. സിമിലർലി നിങ്ങൾ L മൈനസ് ഇൻറ്റു L പ്ലസ് ചെയ്യണം. L മൈനസ് ഇൻറ്റു L പ്ലസ് ചെയ്യണ്ട, നമുക്ക് ഇങ്ങനെ കിട്ടും L സ്ക്വയർ മൈനസ് LZ സ്ക്വയർ മൈനസ് H ക്രോസ് LZ. ദെൻ ഇനി ഇതിന്റെ കമ്മ്യൂട്ടേറ്റർ ഒക്കെ ചോദിച്ചാൽ അതൊന്നും കാണാണ്ട് പഠിക്കണ്ട, ഇത് രണ്ടും കാണാണ്ട് പഠിക്കണം. ഇപ്പൊ എഴുതിയ രണ്ട് ഇക്വേഷനും L പ്ലസ് ഇൻറ്റു L മൈനസ് ഈക്വൽ ടു L സ്ക്വയർ മൈനസ് LZ സ്ക്വയർ പ്ലസ് H ക്രോസ് LZ. നമുക്ക് പ്ലസ് ആദ്യം വന്നപ്പോൾ ഇവിടെ പ്ലസ് വന്നു, മൈനസ് ആദ്യം വന്നപ്പോൾ ഇവിടെ മൈനസ് വന്നു. ഇതൊരൊറ്റ ഇതായിട്ട് കൺസിഡർ ചെയ്യാം, ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞാണേ. L plus into L minus equal to L square minus LZ square plus H cross LZ. L minus into L plus equal to L square minus LZ square minus H cross LZ. ഈ ഇക്വേഷൻ കാണാണ്ട് പഠിക്കണം. ഓക്കെ, നമ്മള് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് L സ്ക്വയർ നമ്മൾ എവിടെ പഠിച്ചായിരുന്നു? ആറ്റോമിക് സ്പെക്ട്രോസ്കോപ്പിയിൽ പഠിച്ചായിരുന്നു. എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് L സ്ക്വയർ H ക്രോസ് സ്ക്വയർ L ഇൻറ്റു L പ്ലസ് 1. എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് LZ നമ്മൾ പഠിച്ചായിരുന്നു, ML H ക്രോസ്. Expectation value of L square equal to H cross L into L plus 1. Expectation value of LZ equal to ML H cross. Then expectation value of LZ square another ഇതിന്റെ സ്ക്വയർ വരും, ML square H cross square. Then expectation value of L plus L minus എന്ത് വരും? L plus into L minus എന്ന് പറഞ്ഞാൽ L square minus LZ square plus H cross LZ ആണ് ഇതിന്റെ എക്സ്പെക്ടേഷൻ, which is equal to expectation L square minus expectation LZ square plus H cross expectation LZ. L square ന്റെ എക്സ്പെക്ടേഷൻ H cross square L into L plus 1 minus ML square H cross square
പ്ലസ് എച്ച് ക്രോസ് ഇൻറ്റു എം എൽ എച്ച് ക്രോസ്. ഞാൻ ഈ രണ്ട് ടേമിൽ നിന്നും മൈനസ് എം എല്ലിനെ വെളിയിൽ എടുക്കുകയാണ്. അവസാനം നമുക്ക് എക്സ്പെക്ടേഷൻ എൽ പ്ലസ് എൽ മൈനസ് which is equal to h cross square l into l plus 1 minus ml square h cross square plus ml h cross square എന്ന് കിട്ടി. ഞാൻ ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും h cross square വെളിയിലെടുത്തു. h cross square l into l plus 1 മൈനസ് ഞാൻ മൈനസ് എം എൽ വെളിയിലെടുത്തു. മൈനസ് എം എൽ ഇൻറ്റു എം എൽ മൈനസ് 1. ഇതാണ് എക്സ്പെക്ടേഷൻ എൽ പ്ലസ് എൽ മൈനസിന്റെ വാല്യൂ. എച്ച് ക്രോസ് സ്ക്വയർ എൽ ഇൻറ്റു എൽ പ്ലസ് 1 മൈനസ് എം എൽ ഇൻറ്റു എം എൽ മൈനസ് 1. നിങ്ങൾക്ക് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിലെ ക്രിയേഷൻ അനലൈസേഷൻ ഓപ്പറേറ്ററുമായിട്ട് മാറിയൊന്നും പോകരുത്, രണ്ടും പഠിക്കാനുള്ളതാണ്. ദെൻ എക്സ്പെക്ടേഷൻ എൽ മൈനസ് എൽ പ്ലസ് എന്നുള്ളത് നിങ്ങൾക്ക് ചെയ്തു നോക്കുമ്പോൾ എച്ച് ക്രോസ് സ്ക്വയർ എൽ ഇൻറ്റു എൽ പ്ലസ് 1 മൈനസ് എം എൽ ഇൻറ്റു എം എൽ പ്ലസ് 1 അങ്ങനെ കിട്ടും. ഇനി നിങ്ങൾക്ക് എൽ പ്ലസ് ഒരു സ്റ്റേറ്റിൽ ആക്ട് ചെയ്താൽ, എൽ എം എൽ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ആക്ട് ചെയ്താൽ ഞാൻ അവിടെ ഒരു കോൺസ്റ്റന്റ് കിട്ടുമെന്നല്ലേ പറഞ്ഞത്, അതും ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക എച്ച് ക്രോസ് അണ്ടർ റൂട്ട് എൽ ഇൻറ്റു എൽ പ്ലസ് 1 മൈനസ് എം ഇൻറ്റു എം പ്ലസ് 1. എച്ച് ക്രോസ് അണ്ടർ റൂട്ട് എൽ ഇൻറ്റു എൽ പ്ലസ് 1 മൈനസ് എം ഇൻറ്റു എം പ്ലസ് 1. എൽ എം എൽ പ്ലസ് 1. എൽ മൈനസ് ആക്ട് ചെയ്താൽ എം എൽ ആക്ട് ചെയ്താൽ എച്ച് ക്രോസ് അണ്ടർ റൂട്ട് എൽ ഇൻറ്റു എൽ പ്ലസ് 1 മൈനസ് എം ഇൻറ്റു എം മൈനസ് 1. എൽ എം എൽ മൈനസ് 1 ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇത് ഈ ഇക്വേഷനിൽ നിന്ന് ഡിറൈവ് ചെയ്ത് എടുക്കുന്നത് കുറച്ചുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ കാണാണ്ട് പഠിച്ചാൽ മതി. എൽ പ്ലസും എൽ മൈനസും. എൽ പ്ലസ് ആക്ടിങ് ഓൺ എൽ എം എൽ ഈക്വൽ ടു എച്ച് ക്രോസ് അണ്ടർ റൂട്ട് എൽ ഇൻറ്റു എൽ പ്ലസ് 1 മൈനസ് എം ഇൻറ്റു എം പ്ലസ് 1. എൽ മൈനസ് ആക്ടിങ് ഓൺ എൽ എം എൽ gives എച്ച് ക്രോസ് അണ്ടർ റൂട്ട് എൽ ഇൻറ്റു എൽ പ്ലസ് 1 മൈനസ് എം ഇൻറ്റു എം മൈനസ് 1. ഓക്കെ, ഇനി എക്സ്പെക്ടേഷൻ എൽ എക്സ് സ്ക്വയർ. അടുത്തത് നമുക്കിത് ഏറ്റവും അവസാനം ഒന്ന് കൺക്ലൂഡ് ചെയ്ത് എഴുതാം ഇതിനു മുമ്പ്. ഇനി എക്സ്പെക്ടേഷൻ എൽ എക്സ് സ്ക്വയർ.
ഞാനത് ആ ഡെറിവേഷൻ എഴുതി തരുന്നില്ല, നിങ്ങളിങ്ങനെ തന്നെ അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, ഡെറിവേഷൻ എഴുതി തരാം. LZ² അല്ല, LX² which is equal to L plus Lx equal to L plus L minus divided by 2 ഇതിന്റെ ഹോൾ സ്ക്വയർ എക്സ്പെക്ടേഷൻ വരും, which is equal to 1/4 into expectation L plus L minus whole square expectation. ഇങ്ങനെ വരിക. ഇതിനെ നമ്മൾ A² plus AB plus BA plus B² എന്ന് ചെയ്യണം. എന്നിട്ട് സ്റ്റേറ്റിലേക്ക് ആക്ട് ചെയ്യിപ്പിക്കണം നിങ്ങൾക്ക് എക്സ്പെക്ടേഷൻ. ഓക്കെ, ചെയ്യാം. 1/4 into L plus whole square plus L plus L minus 1 plus L minus L plus L minus whole square. Expectation. ഈ L plus A ആക്ട് ചെയ്താൽ സ്റ്റേറ്റ് മാറുമല്ലോ, അത് കഴിഞ്ഞിട്ട് എക്സ്പെക്ടേഷൻ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ L+² ആക്ടിങ് ഓൺ സം സ്റ്റേറ്റ് psi L plus acting on some state. ഇത് എഴുതരുത്. psi 1 L+² ആദ്യം L plus ആക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ സ്റ്റേറ്റ് ഇവിടെ ML ന്റെ വാല്യൂ ആണ് ഈ 1 ഉദ്ദേശിച്ചെങ്കിൽ psi 2 ആവും. പിന്നെ ആക്ട് ചെയ്യുമ്പോൾ psi 3 ആവും. അതിന്റെ എക്സ്പെക്ടേഷൻ 0 ആയി പോകൂലേ. Then ഇപ്പൊ പറഞ്ഞ ആർക്കും മനസ്സിലാകത്തുണ്ടോ? നമ്മള് L+² എക്സ്പെക്ടേഷൻ എടുക്കുകയാണ്. LML ഇതാണ് എക്സ്പെക്ടേഷൻ വാല്യൂ. LML ഞാൻ L+² 2 ആക്കി എഴുതി. L plus into L plus LML. L plus ഇതിലേക്ക് ആക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? L plus ഫസ്റ്റ് ആക്ട് ചെയ്താൽ സം കോൺസ്റ്റന്റ് എന്നൊരു വാല്യൂ കിട്ടും. L into ML plus 1 ആകും നമ്മുടെ സ്റ്റേറ്റ്. ഇനി ഈ വീണ്ടും ഈ L plus ഇവിടെ ആക്ട് ചെയ്താൽ എന്ത് കിട്ടും? വീണ്ടും ആ സ്റ്റേറ്റ് മാറും. LML into ആദ്യത്തെ ഒരു C1 എടുത്തു, രണ്ടാമത് കിട്ടുന്ന ഒരു C2 ആണെന്ന് വിചാരിക്കുക. C2 C1 LML plus 1 plus 1 ML plus 2 കിട്ടും. ഞാൻ കോൺസ്റ്റന്റിനെ ഒക്കെ വെളിയിലേക്ക് എടുത്തു. C2 C1 LML plus 2 എന്ന് കിട്ടി. ഞാൻ ഒന്നുകൂടെ എഴുതാം. ഞാൻ കോൺസ്റ്റന്റിനെ വെളിയിലേക്ക് എടുത്താൽ C1 C2 LML plus 2 കിട്ടും. ഈ രണ്ട് സ്റ്റേറ്റും ഡിഫറെന്റ് അല്ലേ? നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് psi I psi f which is equal to 1 എപ്പോഴാ? I equal to f ല് which is equal to 0 I not equal to f. അതായത് ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ രണ്ട് ഡിഫറെന്റ് സ്റ്റേറ്റ്സ് തമ്മിലാണ് ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുന്നതെങ്കിൽ നമുക്ക് വാല്യൂ 0 എന്ന് കിട്ടും. ദെൻ ഇതിന്റെ വാല്യൂ 0 ആയിരിക്കും. അതായത് ഈ ടേമിന്റെ വാല്യൂ 0 ആയിരിക്കും. ദെൻ ഇതില് 1/4 into ഞാൻ എക്സ്പെക്ടേഷൻ സ്പ്ലിറ്റ് ചെയ്തു. L plus square plus L plus L minus plus L minus L plus L minus square. അതായത് ആ എക്സ്പെക്ടേഷൻ വാല്യൂ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. ഓരോ സം വന്നേക്കുന്ന അവിടെ ഞാൻ ഓരോന്നിനും എക്സ്പെക്ടേഷൻ എടുത്തു. ഇതിപ്പോ 0 ആണെന്ന് കണ്ടു. അതേപോലെ തന്നെ ഇതും 0 ആവും.
ദെൻ ഈ രണ്ട് വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. ഈ രണ്ട് വാല്യൂ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം ഇങ്ങനെ കിട്ടും. ഉത്തരം മാത്രം പറഞ്ഞാൽ മതി. LX² ഈക്വൽ ടു h×2/2 L into L+1 minus m². Expectation LX². h×2/2 L into L+1 minus m². Similarly, Ly² നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കിട്ടും. h×2/2 L into L+1 minus m². ഓക്കെ, ഇനി നമുക്ക് ഒന്ന് കൺക്ലൂഷൻ നോക്കാം. നമ്മൾ ഇന്ന് പഠിച്ചത് ആംഗുലാർ മൊമെന്റം ഓപ്പറേറ്റർ ആയിരുന്നു, അല്ല ആംഗുലാർ മൊമെന്റം ഓൾജിബ്ര. കൺക്ലൂഷൻ ആണ് പറയുന്നത്. കൺക്ലൂഷൻ ആംഗുലാർ മൊമെന്റം ഓൾജിബ്ര നമുക്ക് സ്പെരിക്കൽ ഹാർമോണിക്സ്, അതായത് θ φ വരുന്ന പ്രോബ്ലം ഓപ്പറേറ്റർ ഓൾജിബ്രയിൽ നമുക്ക് ആ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ എ ഡാഗറും എ മൈനസും നമ്മൾ എന്തിനാ എടുത്തത്? എയും എ ഡാഗറും അനൈലേഷനും ക്രിയേഷനും ഓപ്പറേറ്റർ നമ്മൾ എന്തിനാ എടുക്കുന്നത്? നമുക്ക് സാധാ മെത്തേഡിൽ സോൾവ് ചെയ്യാൻ പറ്റും, ബട്ട് നമുക്ക് ഓപ്പറേറ്റർ വെച്ച് സോൾവ് ചെയ്യാം. അതൊരു മറ്റൊരു അപ്രോച്ചാണ്. ആ അപ്രോച്ച് എടുക്കാൻ വേണ്ടിയാണ് നമ്മളവിടെ എയും എ ഡാഗറും ഡിഫൈൻ ചെയ്തത്. അതേപോലെ ആംഗുലാർ മൊമെന്റത്തിന്റെ പ്രോബ്ലം, അതായത് സ്പെരിക്കൽ ഹാർമോണിക്സിന്റെ പ്രോബ്ലത്തിൽ തീറ്റയും ഫൈയും വരുന്നത്, ആ പ്രോബ്ലത്തിൽ നമുക്ക് ജനറൽ സൊല്യൂഷൻ ഉണ്ട്, ബട്ട് നമുക്ക് ഓപ്പറേറ്റർ അപ്രോച്ചും നടത്താൻ പറ്റും. ആ ഓപ്പറേറ്റർ അപ്രോച്ച് നടത്താൻ വേണ്ടി നമ്മൾ രണ്ട് ഓപ്പറേറ്ററിനെ ഡിഫൈൻ ചെയ്യും. ലാഡർ ഓപ്പറേറ്റർ മറ്റേനെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ലാഡർ ഓപ്പറേറ്റർ L പ്ലസും L മൈനസും. Then L plus equal to Lx plus ILy. L minus equal to, ഈ കൺക്ലൂഷൻ നിങ്ങൾ എഴുതി വെക്കണേ അവസാനം, Lx minus ILy. നമ്മൾ ഇത്ര നേരം പറഞ്ഞാൽ ഇത് മാത്രം പഠിച്ചാൽ മതി, എന്തായാലും കാണാണ്ട് പഠിക്കണം. അപ്പൊ ഇത് പഠിച്ചാൽ മതി. അത് എങ്ങനെ വന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞേക്കെ. Then ഇനി എന്താ അതിനകത്ത് പറഞ്ഞത്? Lxന്റെ ഇക്വേഷൻ Lx ഈക്വൽ ടു L plus L minus divided by 2. Ly equal to L plus minus L minus divided by 2i. ഇനി എന്താ നമ്മൾ ഇതിനകത്ത് പഠിച്ചത്? L പ്ലസും L മൈനസും ആക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? L plus L minus ആക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? L² minus Lz² plus h×Lz. L മൈനസും L പ്ലസും ആക്ട് ചെയ്യുമ്പോൾ L² minus Lz² minus h×Lz. Then പിന്നെന്താ പഠിച്ചത്? എക്സ്പെക്ടേഷൻ L² which is equal to, ഇത് നമ്മള് AMB പഠിച്ചാണ്, h×2 L into L+1. ആംഗുലാർ മൊമെന്റത്തിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ, എക്സ്പെക്ടേഷൻ Lz², അതായത് ആംഗുലാർ മൊമെന്റത്തിന്റെ Z കമ്പോണന്റിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ ml² h×2. എക്സ്പെക്ടേഷൻ Lz എന്ന് പറയുന്നത് ml(h× ആണ്. Then പിന്നെന്താ പഠിച്ചത്? എക്സ്പെക്ടേഷൻ Lx² പഠിച്ചു. എക്സ്പെക്ടേഷൻ Lx² ഈക്വൽ ടു h×2/2 L into L+1 minus m². Ly² ഈക്വൽ ടു h×2/2 L into L+1 minus m². Then expectation L plus L minus equal to എന്ത് കിട്ടി? h×√ L into L+1 minus m into m minus 1. അടുത്തത് L minus L plus equal to h×√
L into L plus 1 plus, sorry, ഇവിടെ മൈനസ് തന്നെയാണ്, മൈനസ് M into M plus 1. Then രണ്ടെണ്ണം കൂടെ പഠിച്ചിരുന്നു. L plus acting on some state LML, which is equal to H cross under root L into L plus 1 minus M into M plus 1 get L ML plus 1. L minus acting on some L ML, which is equal to H cross under root L into L plus 1 minus M into M minus 1 get L ML minus 1. ഇത്രയും സംഭവം പഠിച്ചാൽ നിങ്ങൾക്കൊരു 5 മാർക്ക് ഉറപ്പാണ്. ഇതിൽ നിന്ന് മിക്കവാറും ചോദിക്കാറുണ്ട്. ആംഗുലർ മൂവ്മെന്റ് ഓൾജിബ്രയിൽ നിന്നൊരു ചോദ്യം ഉണ്ടാവാറുണ്ട്. ഇത്ര ഇക്വേഷൻസ് നിങ്ങൾ കാണാണ്ട് പഠിക്കണം. ഇഫ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ മറന്നുപോയാൽ ഇക്വേഷൻ എങ്ങനെ വന്നു എന്നുള്ളത് ഓർത്തിരിക്കണം. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യാം. psi equal to 1 by root 2 psi 1 0 plus 1 by 2 psi 1 1 plus 1 by 2 psi 1 minus 1. ഇതാണ് ചോദ്യം. ഓക്കെ, 3 സ്റ്റേറ്റ് തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് N L M വരും, അതായത് 3 വാല്യൂസ് വരും, 1 1 1 1 0 0 അങ്ങനെ. അങ്ങനെയാണെങ്കിൽ അതിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് N ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 വാല്യൂസേ തരുള്ളൂ, 1 0 2 1 അങ്ങനെ സംതിങ്. അത് എല്ലും എമ്മിലും ആയിരിക്കും. സാധാരണ രീതിയിൽ റേഡിയൽ പാർട്ട് തരാറില്ല. റേഡിയൽ പാർട്ട് തന്നിട്ടുണ്ടെങ്കിൽ 3 ടേംസ് ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് 2 ടേംസേ ഉള്ളൂ, ഇത് എല്ലും എമ്മിലും ആണ്. ഓക്കെ, ഇതാണ് ചോദ്യം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, psi ഈക്വൽ ടു ഒരു സ്റ്റേറ്റ് തന്നിട്ടുണ്ട്. ഫൈൻഡ് expectation L square, expectation LZ, expectation L plus